ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നൊരു സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ഡ്രസ്സിനും മാച്ചായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ചുറ്റിലുമായിട്ടാണ് ഞാൻ ഡിസൈന് കൊടുക്കുന്നത്. ഒരു മാർക്കർ പെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈന് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ മാർക്കർ പെന്നിൻ്റെ കളറ് വാഷ് ചെയ്താൽ പോവും. ആക്ച്വലി ഞാനിത് മുൻപ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 2 കളർ റിബൺസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പല വിടുത്തിലുള്ള റിബൺസും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും വിടുത്തുള്ളൊരു റിബണാണ്. പിന്നെ റിബണ് കറക്റ്റായിട്ട് കോർക്കാൻ പറ്റിയിട്ടുള്ളൊരു നീഡിൽ, അതിൻ്റെ ഐ നല്ല വലുതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എംബ്രോയിഡറി ചെയ്യാനുള്ള നീഡിലിൻ്റെ ഐ ഒക്കെ വലുതായിരിക്കുമെന്ന്. പിന്നെ ഇതുപോലത്തെ 2 സെറ്റ് നൂല് വേണം. കുറച്ച് കട്ടിയുള്ള നൂലായാലേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ. പിന്നെ അടുത്തത് പേൾസ്, വൈറ്റ് കളറിലെ പേൾസാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. ഈ ഒരു ഷേപ്പിന് ചുറ്റിലുമാണ് നമ്മൾ ഡിസൈന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് നമുക്ക് ആ റോസിന് വേണ്ടിയിട്ടുള്ള റോസാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് ചുറ്റും. അപ്പോൾ ആ റോസിന് വേണ്ടിയിട്ടുള്ള എവിടെയൊക്കെയാണോ പ്ലേസ് അവിടെയൊക്കെ വരച്ചു കൊടുക്കാം. ഈ ഒരു പെന്ന് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ട സ്ഥലത്തൊക്കെ ഇതേപോലെ ക്യാപ്പ് വെച്ചിട്ട് റൗണ്ട്സ് വരച്ചു കൊടുക്കണം. അപ്പോൾ എനിക്ക് എവിടെയൊക്കെയാണോ ഫ്ലവർ വേണ്ടത് അവിടെയൊക്കെ ഞാൻ ഇതേപോലെ റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചെറിയ ഫ്രെയിം കൊടുത്തത്. മുഴുവനായിട്ട് ചെയ്യണമെങ്കിൽ അത് മൊത്തം കവറാകുന്ന രീതിയിൽ വലിയ ഫ്രെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും ഒരേ ഡിസൈൻ തന്നെയാണ്, അതുകൊണ്ടാണ് ഒരു ഭാഗം മാത്രം കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വോവൻ വീൽ റോസ് അല്ലെങ്കിൽ സ്പൈഡർ വീൽ റോസ് എന്ന് പറഞ്ഞിട്ട് ആണ് ആ ഫ്ലവറിൻ്റെ പേര്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്താണ്. അതുപോലെ നമ്മളതിന് ഓരോ വീലിൻ്റെ രൂപത്തിൽ, അതായത് ഓരോ കാലിങ്ങനെ കൊടുക്കണം. അതിന് ഞാനിപ്പോൾ 5 പോയിൻ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ നമ്മളെപ്പോഴും ഒറ്റ സംഖ്യയിൽ കൊടുക്കുക. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അങ്ങനെ നമുക്കതിൻ്റെ ഓരോ കാലുകളായിട്ട് കൊടുക്കാം. എന്നാലായിരിക്കും ആ ഫ്ലവറിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നത് ഒറ്റ സംഖ്യയിൽ കൊടുക്കുമ്പോൾ. ഒരു വെബ് പോലെ ആയിരിക്കും അത് വരുന്നത്. കാലെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഒരു നൂലെടുത്തിട്ട്, കുറച്ച് സ്റ്റിഫായിട്ടുള്ള നൂലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ നടുക്കുന്ന് നമുക്ക് കോർത്തെടുക്കണം. ഇനി അതിൻ്റെ ഓരോ പോയിൻറ്റ്സിലും നമ്മളിങ്ങനെ ഓരോ സ്റ്റിച്ച് കൊടുത്ത് അതൊരു വെബ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഈ സ്പൈഡർ വീൽ എന്നൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്. ആ ഒരു ചിലന്തി വലയുടെ ആകൃതി അതേപോലെയൊക്കെ ആയിരിക്കും ഏകദേശം ഇത് വരുന്നത്. ഇനി ഇങ്ങനെ ഓരോ പോയിൻറ്റ്സിലും നമ്മൾ ഓരോ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ സംഖ്യയിലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. 3, 5, 7 അങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇങ്ങനെ അത് മുഴുവനായിട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ചിലന്തി വലയുടെ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റിബണ് വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കെട്ടിട്ട് കൊടുക്കണം. കുറച്ച് അതിൻ്റെ അറ്റം കുറച്ച് നീളത്തിലിട്ടിട്ട് കെട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ റിബൺ ആയതുകൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നൂല് പറഞ്ഞു പോന്നിട്ട് ആ കെട്ടൊക്കെ അങ്ങ് പോകും. ഇവിടെ ഇങ്ങനെ നൂലിങ്ങനെ പറഞ്ഞു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വിട്ട് കെട്ടിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ലൈറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് കരിയിച്ചാൽ മതി. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നൂല് പോവില്ല.
ഇനി അതിൻ്റെ മറ്റേ ഭാഗം നമ്മൾ സൂചിയിൽ കോർത്തെടുക്കുകയാണ്. സോ ഇത് ഈസി ആയിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വലിയ ഐ ഉള്ളൊരു നീഡിൽ എടുക്കാൻ പറഞ്ഞത്. ഇങ്ങനെ അത് കോർത്തെടുത്തിട്ട് നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഓരോ വീലിൻ്റെ ഇടയിലൂടെ അത് നമ്മൾ സൂചി കോർത്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു സെൻറ്ററിൽ, ഏകദേശം സെൻറ്ററിൽ നിന്നായിട്ട് കോർത്തെടുത്തിട്ട് ഓരോ ഭാഗത്ത് കൊടുത്ത നൂലിൻ്റെയും ഇടയിലൂടെ നമ്മൾ ഈ ഒരു സൂചി കോർത്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ സൂചിയുടെ കൂർത്ത ഭാഗം കൊണ്ട് അതിലിങ്ങനെ കോർത്തെടുക്കാതെ അതിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കോർത്തെടുത്താൽ മതി. ഇങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ കോർത്തെടുക്കുമ്പോൾ ആ തുണി കൂടെ അത് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലവർ അങ്ങനെ തുണിയിലൂടെ അങ്ങനെ തുന്നി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ താഴെയും മേലെയായിട്ട് ഇങ്ങനെ കോർത്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ആ നൂല് ആ ഒരു റിബണ് അതിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് അടുത്തത് ഇപ്പോൾ താഴെ കൂടെ കോർത്തെടുക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ താഴെ കൂടെ വന്നു. അടുത്തതിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് പിന്നെ അടുത്തതിൻ്റെ താഴെ, അങ്ങനെ താഴെയും മേലെയായിട്ട് ഒന്നിടവിട്ടിട്ട് നമ്മൾ അതിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എടുത്തുള്ള, ഇപ്പോൾ ഈ കോർക്കുന്ന അതിന് മുമ്പ് എടുത്തിട്ടുള്ളത് ആ നൂലിൻ്റെ മേലെ കൂടെയാണ്. അപ്പോൾ നമ്മളിനി താഴെ കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും ഇപ്പോൾ നമ്മൾ താഴത്താണ് കൊടുത്തിട്ടുള്ളത് ആദ്യം. ഇനി അടുത്തത് അതിൻ്റെ മേലെ കൂടി കൊടുക്കുക. ഇങ്ങനെ ആ ഒരു റൗണ്ട്, അതായത് ആ നൂല് തീരുന്നത് വരെ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു പണിയില്ല, ഇത് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഒന്നിടവിട്ട് ചുറ്റി കൊടുത്താൽ മതി. ഈ ഒരു ഫ്ലവർ എത്രത്തോളം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു 4-5 ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ നൂല് തീരുന്നത് വരെ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം. ഇനി ഇത് എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് ആ നൂലിൻ്റെ താഴെക്കൂടെയാണ്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നൂലിൻ്റെ മേലെ കൊണ്ടുവന്നിട്ട് അത് പുറത്ത് കാണാത്ത രീതിയിൽ കുറച്ച് ഉള്ളോട്ടാക്കിയിട്ട് നമ്മളത് കുത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് വരും. ഇതിൻ്റെ അടിഭാഗത്ത് എങ്ങനെയാണ് നമ്മളത് ആ ഒരു സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് കാണിച്ചാൽ, ഇപ്പോൾ കണ്ടില്ല, ആ 5 ലൈന് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുള്ള ഒന്നും ഇതിൽ കാണാനില്ല. പിന്നെ ഈ ഒരു റിബണ് ഈ ഒരു ഇതിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു കെട്ടിട്ട് കൊടുക്കണം. ഒന്നുകൂടെ അതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം നമ്മളതിൽ കട്ട് ചെയ്യാനായിട്ട്. അതിൻ്റെ നമ്മൾ ആ കെട്ടിട്ട് അതേ തൊട്ടപ്പുറത്ത് തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ ആ നൂലൊക്കെ ഇങ്ങനെ പറഞ്ഞു പോരും. കുറച്ച് മേലെയായിട്ട് അവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കരിയിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഒരു ഫ്ലവർ അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ബാക്കി എല്ലാ റൗണ്ട്സിലും നമ്മൾ ഓരോ ഫ്ലവർ വെച്ച് ചെയ്തു കൊടുക്കണം.
നല്ല ഭംഗിയിൽ അത് ഇങ്ങനെ കിട്ടും നമുക്ക്. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്യാണ്. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ നോട്ട്സും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ഒരു റിബൺ വെച്ചിട്ടാണ് നോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരു ഒറ്റ ചുറ്റ് മാത്രം ചുറ്റിയാൽ മതി. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് ആ ഒരു നോട്ട് വരും. ഇങ്ങനെ ആയ ഫ്ലവറിൻ്റെ ഇടയിൽ കാണുന്ന എല്ലാ സ്പേസും നോട്ട് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അധികം ഗ്യാപ്പ് വിടാണ്ട് അടുത്തടുത്തായിട്ട് ഈ എല്ലാ നോട്ട്സും നമ്മൾ ചെയ്തു കൊടുക്കണം. വെച്ചിട്ട് ഞാൻ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ എല്ലാ ഗ്യാപ്പിലും ഞാൻ ഇതേപോലെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറേ മുത്തുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടിഭാഗത്തുള്ള ആ ഒരു തുണി കാണാത്ത രീതിയിൽ മറച്ചിട്ട് നോട്ട്സും ബീഡ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലേ, അതിൽ ആ ഇടയിലുള്ള ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്യണം. അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ നോട്ട്സും ബീഡ്സൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 2 കളറ് റിബൺ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഫുള്ളായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് ഞാനൊരു ലേസി ഡേസി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിച്ചുണ്ട്. ആ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനി എങ്ങനെയാണ് നോക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നൂല് കുത്തിയെടുത്തിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഒന്നും കൂടെ, അതേ സ്ഥലത്തല്ല അതിൻ്റെ കുറച്ച് അല്പം മാറിയിട്ട് വീണ്ടും ഒന്നും കൂടെ കുത്തിയെടുക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നൂലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട്, ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല, 1 2 7 അപ്പുറത്തായിട്ട് കുത്തിയെടുത്തിട്ട് ഒന്നും കൂടെ കുറച്ച് മേലെ ഇതേപോലെ സൂചി കൊണ്ടുവരിക. ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അത് ആ നൂലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി അത് ആ നൂലിൻ്റെ ബാക്കിലായിട്ടൊന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതൊരു എതള് പോലെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ കുറച്ച് വിടർന്ന് നിൽക്കും. ഇനി അതിൻ്റെ അപ്പുറത്തും അതേപോലെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് കുത്തിയെടുത്തിട്ട് മേലെയായിട്ട് സൂചി കൊണ്ടുവരികയാണ്. അതും ആ നൂലിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ബാക്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ചിന് പറയുന്ന പേരാണ് ലേസി ഡേസി എന്ന്. ഇങ്ങനെ ബാക്കി മുഴുവനും നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ബാക്കി അപ്പുറ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ചുകളൊക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൈഡ് ഈ ഒരു സ്റ്റിച്ച് ലേസി ഡേസി എന്ന് പറഞ്ഞ സ്റ്റിച്ച്, പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട്, പിന്നെ നേരത്തെ കൊടുത്തിട്ടുള്ള ഫ്ലവർ, ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ സ്റ്റെപ്സ് ഒന്നും ഇതിലില്ല. ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റഡ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് മറുഭാഗവും ചെയ്തിട്ടുള്ളത്. ഫ്ലവേഴ്സും അതിൻ്റെ ഇടയ്ക്ക് ഫ്രഞ്ച് നോട്ട്, പിന്നെ കുറച്ച് ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല.
പിന്നെ അവിടെ ആ ഒരു ലേസി ഡേസി എന്ന് പറഞ്ഞ സ്റ്റിച്ച് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്തായിട്ട് കുറച്ച് നോട്ട്സ്, അത് നോർമൽ ത്രെഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് മുൻപ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ അത് വീണ്ടും എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റെപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു തരാനുണ്ടായത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്